നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മഴക്കാലമാണ്. പകർച്ചപ്പനികളെ കരുതിയിരിക്കേണ്ടതുണ്ട്. പകർച്ചപ്പനികൾ പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ത്? പ്രതിരോധം എങ്ങനെ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് IMA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശിധരനാണ്. തലശ്ശേരി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, മഴക്കാലമാണല്ലോ, അതുപോലെ പകർച്ചപ്പനികളുടെ കാലം കൂടിയാണ്. ഏതെല്ലാം പകർച്ചപ്പനികളെ ഇക്കാലത്ത് കരുതിയിരിക്കേണ്ടതുണ്ട്? മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാ വർഷങ്ങളുമായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടല്ല, വളരെയേറെ വർഷങ്ങളായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികൾ പലതരത്തിലുള്ളതാണ്. പ്രധാനമായും നമുക്കറിയാം, ജന്തുജന്യ രോഗങ്ങളുണ്ട്, അതുപോലെ കൊതുകുകൾ അതുപോലുള്ള പ്രാണികൾ പരത്തുന്ന രോഗങ്ങളുണ്ട്. അതുകൂടാതെ നേരിട്ട് ശ്വാസോച്ഛ്വാസം വഴി പകരുന്ന രോഗങ്ങളുണ്ട്. ഇതിൽ തന്നെ വൈറസുകൾ പരത്തുന്ന രോഗങ്ങളുണ്ട്, ബാക്ടീരിയകൾ പരത്തുന്ന രോഗങ്ങളുണ്ട്. ബാക്ടീരിയയും വൈറസിനും ഇടയിൽ കിടക്കുന്ന സ്പൈറോക്കറ്റുകൾ പോലുള്ള അണുക്കൾ പരത്തുന്ന രോഗങ്ങൾ. പ്രധാനമായും നമ്മളെ ഈ മഴക്കാല സമയത്ത് ഭീഷണിപ്പെടുത്തുന്ന രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ വരുന്ന പകർച്ചപ്പനി അല്ലെങ്കിൽ ജലദോഷപ്പനിയാണ് ഏറ്റവും കൂടുതലായിട്ട്. അത് കൂടാതെ ഡെങ്കിപ്പനി, അതേപോലെ തന്നെ എലിപ്പനി, അതിനിടയിൽ ചെള്ളുപനി എന്ന് പറയുന്ന സ്ക്രബ് ടൈഫസ്, അതേപോലെ തന്നെ ഇപ്പം വളരെ അപൂർവമായിട്ട് ഇടയ്ക്കെങ്കിലും വന്നുകൊണ്ടിരിക്കുന്ന നിപ്പ പോലുള്ള മാരക രോഗങ്ങൾ, അത് കൂടാതെ മറ്റു തരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ വയറിളക്ക രോഗങ്ങൾ മുതൽ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് തിരിച്ചു വന്നിരിക്കുന്ന കോളറ, അതിനിടയിലുള്ള മഞ്ഞപ്പിത്തം, മറ്റ് പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ട്. ഈ എല്ലാ അസുഖങ്ങളെയും തടയുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും അത് വന്നാൽ യുക്തമായ ചികിത്സ നേടി അത് ഭേദമാകുന്നതിനും അത് പകരാതിരിക്കാനുള്ള പ്രവർത്തനം നടത്താനുമാണ് നമ്മൾ മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ മൺസൂൺ കാലങ്ങളിൽ ഇതിന്റെ വ്യാപനം കൂടുതലായിട്ടുള്ള കാലങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, പകർച്ചപ്പനികൾ പലതരമാണ്. ഇവയെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം? ഇതിനായി എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്? ഈ പകർച്ചപ്പനികൾ എന്ന് പറയുമ്പോൾ അതിന് 3 ഘടകങ്ങൾ അല്ലെങ്കിൽ 3-4 ഘടകങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ആ രോഗം ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ വരുത്തുന്ന രോഗമാണോ, അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, അല്ലെങ്കിൽ മറ്റു പരാതങ്ങളാവാം, മറ്റു രീതിയിലുള്ള അണുക്കളാവാം. അതുപോലെ അതിനു വേണ്ട പകർത്താനുള്ള വഴികൾ, അതായത് ചിലപ്പോൾ അത് കൊതുക് പോലുള്ള സൂക്ഷ്മജീവികളാവാം, അതുമല്ലെങ്കിൽ വെള്ളം, മലിനമായി പോകുന്ന വെള്ളമാവാം, അല്ലെങ്കിൽ വായുവിലൂടെ ആകാം, അതുമല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള, ഇപ്പൊ നിപ്പയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റു തരത്തിലുള്ള ജന്തുക്കൾ വഴി പകർന്നു നൽകാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് ഇതിന് സഹായകമായ രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങളും മറ്റു ഘടകങ്ങളും. അതേപോലെ തന്നെ ഇതിനെല്ലാം ഇടയിലാണ് നമ്മളെല്ലാം ഈ രോഗികളായി വരുന്ന മനുഷ്യர்கள். ഈ എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് സാധാരണ പകർച്ചവ്യാധികൾ, അതിൽ തന്നെ പകർച്ചപ്പനികളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പരിസര മലിനീകരണം കൊണ്ട് ഉണ്ടായേക്കാവുന്ന രോഗപ്രശ്നത്തെ തടയാനായിട്ട് ശുചിത്വമായ പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം പോലെ തന്നെ ഏറ്റവും പ്രധാനമായ രീതിയിൽ പരിസര ശുചിത്വം നമ്മൾ പാലിക്കുക. അതേപോലെ തന്നെ ഈ ഭക്ഷണ സാധനങ്ങളിലൂടെയും ജലത്തിലൂടെയും അല്ലെങ്കിൽ കുടിവെള്ളത്തിലൂടെയും പകരുന്ന വഴി പകരുന്ന രോഗങ്ങൾ തടയുവാനായിട്ട് ശുദ്ധമായ ഭക്ഷണവും അല്ലെങ്കിൽ ശുദ്ധമായ കുടിവെള്ളവും നമുക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ലഭ്യമാകുന്ന വസ്തുക്കൾ വളരെ ശുചിത്വ രീതിയിലുള്ള അല്ലെങ്കിൽ ഭക്ഷണ ശുചിത്വം പാലിക്കുന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകും. അതും കൂടാതെ മറ്റ് നമുക്കറിയാം, വന്യമൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അതേപോലെ തന്നെ ഈ രോഗം പരത്തുന്ന മറ്റു ജീവികളായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നതും വളരെ പ്രധാനമാണ്. അതിലും ഏറ്റവും പ്രധാനമാണ്, ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനുള്ള മുൻകരുതൽ. അതായത് നമുക്കറിയാം, നമ്മള് കോവിഡിന്റെ കാലത്തൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് രോഗവ്യാപനത്തിന് എന്തൊക്കെ പാലിക്കണമെന്നുള്ളത്. അതായത് വ്യക്തിപരമായ ശുചിത്വമായിട്ട് നിൽക്കുക, അതേപോലെ തന്നെ
ഈ ശ്വാസകോശ രോഗങ്ങൾ പകരുന്ന ഒരു സമയത്തെങ്കിൽ ശ്വാസകോശം അല്ലെങ്കിൽ ശ്വാസകോശ ദ്രവങ്ങൾ വഴി പകരുന്ന രോഗങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് മാസ്ക് ഉപയോഗിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, കൈ കഴുകുക. അത് മാത്രമല്ല, രോഗം വന്ന ആൾക്കാർ പരമാവധി വിശ്രമമെടുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുകയും പരിപൂർണമായി രോഗം വന്നതിന് ശേഷം മാത്രം ജോലി സ്ഥലങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോവുക. ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് നമുക്ക് പകർച്ച തടയുവാനുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഡോക്ടർ, അതുപോലെ ഈ മഴക്കാലത്ത് ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും എത്രത്തോളം സാധ്യതയുണ്ട്? അത് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? ഡെങ്കിപ്പനി നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി. കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വളരെയധികം ഉള്ള ഒരു പ്രദേശമാണ് നമ്മൾ. അതായത് മഴ വരുന്നു, പെട്ടെന്ന് മഴ മാറിയിട്ട് വെയിൽ വരുന്നു, അതിനിടയിൽ അപ്പൊ അത് ഈ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകൾക്ക് ഏറ്റവും നന്നായി പെരുകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ മഴക്കാലം വരുമ്പോഴും അല്ലെങ്കിൽ മഴക്കാലം വന്നിട്ട് പെട്ടെന്ന് മഴ കുറയുന്ന സമയങ്ങളിലൊക്കെയാണ് ഈ ഡെങ്കിപ്പനിയുടെ സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്നതാണ്. കൊതുകുകളുടെ വളർച്ചയ്ക്ക് സഹായകമായ രീതിയിൽ വെള്ളക്കെട്ടുകളും അതേപോലെ തന്നെ നനഞ്ഞ പ്രദേശങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് എലിപ്പനിയുടെ കാര്യം. എലിപ്പനിയുടെ കാര്യം പറയുമ്പോൾ എലിപ്പനി പ്രധാനമായിട്ടും നമുക്കറിയാം, എലിപ്പനി ബാധിച്ചാൽ എലിപ്പനി രോഗാണു ഉള്ളിലുള്ള എലി പോലുള്ള മറ്റു സസ്തന ജീവികളുടെ മൂത്രം അതുപോലെ തന്നെ ശരീരസ്രവം ഇതൊക്കെ കലരുന്ന വെള്ളവുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് എലിപ്പനി പടരുന്നത്. അപ്പൊ മഴക്കാലത്ത് ഇത്തരം സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ മഴക്കാലത്ത് ഇത്തരം രോഗങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്തം എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് കെട്ടിട നിർമ്മാണം അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ മഴക്കാലങ്ങളിൽ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ അത് മാത്രമല്ല, ഈ എവിടെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഗ്രാമീണ മേഖലയിൽ തന്നെ ഓടകളുള്ള നാടാണ് നമ്മുടെ കേരളം. ഓടകളിലും മറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതുവഴിയും ഇഷ്ടം പോലെ കൊതുകുകൾ വളരാനും അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിയുടെ വൈറസുകൾ ഈ കൊതുക് വഴി ഒരു മനുഷ്യരിൽ നിന്ന് മറ്റു മനുഷ്യരിലേക്ക് പകരാനും ഇടയാവും. അതുപോലെ തന്നെ മലിനീകരണമാക്കപ്പെടുന്ന വെള്ളം അതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങൾ വഴി എലിപ്പനിയും പകരാനുള്ള സാധ്യത മഴക്കാലത്ത് വളരെ കൂടുതലാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അതിന് പ്രത്യേക ഒരു കാലാവസ്ഥ സമയത്താണ് എലിപ്പനി ഡെങ്കിപ്പനി ഉണ്ടോയെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയായിരിക്കാണ്. കാരണം വർഷത്തിൽ എല്ലാ കാലത്തും എലിപ്പനി ആയാലും ഡെങ്കിപ്പനി ആയാലും മറ്റു പകർച്ചവ്യാധികളായാലും വരുന്നൊരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഓടകളെ കുറിച്ചും അതുപോലെ വെള്ളക്കെട്ടുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. അതുപോലെ ജലജന്യ രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ, കോളറ തുടങ്ങിയവയൊക്കെ കരുതിയിരിക്കേണ്ടതില്ലേ? ഇതിനൊക്കെ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ജലജന്യ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അറിയാം, നമ്മൾ ജലജന്യ രോഗങ്ങൾ മിക്കതും മലിനമാക്കപ്പെടുന്ന ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ കുടിവെള്ളത്തിലൂടെയാണ് പകരുന്നത്. നമ്മൾ വളരെയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ മിക്കവാറും കിണറുകൾ അല്ലെങ്കിൽ പൈപ്പ് വെള്ളമായിരിക്കും. ഇതൊക്കെ മലിനപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മിക്ക ഈ ജലജന്യ രോഗങ്ങളും പകരുന്നത് അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്നത് ഈ മനുഷ്യന്റെ വിസർജ്യം വഴി മലിനമാക്കപ്പെടുന്ന കുടിവെള്ളം അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വഴിയാണ്. അപ്പൊ അതിനുള്ള സാധ്യതകൾ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും വൃത്തിയായും ഏറ്റവും ഫ്രഷായിട്ട് അല്ലെങ്കിൽ പുതുമയോടുകൂടി കഴിക്കുക. ചൂടാക്കിയത് അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണ സാധനത്തിന് മാത്രം കഴിക്കുക. പിന്നെ നല്ല വെള്ളത്തിലും നല്ല സാഹചര്യത്തിലും ഭക്ഷണം പാകം ചെയ്യുക. അതേപോലെ തന്നെ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിനുള്ള സാഹചര്യം കൂടുതലാണ്. അതായത് ഇത്തരം രോഗവ്യാപനത്തിന് സാധനം കൂടുതൽ. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും വ്യക്തി ശുചിത്വം പോലെ തന്നെ പരിസര ശുചിത്വവും ഭക്ഷണ ശുചിത്വവും പാലിക്കുകയാണ്. പരിസര ശുചിത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ പരിസരങ്ങൾ വെള്ളം കെട്ടിക്കിടക്കാനോ അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതേപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം എത്രയും ശുചിയോടുകൂടി പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രയും നല്ലതും കൃത്യമായിട്ടുള്ള ശുചിത്വമുള്ളവയാണെന്ന് ഉറപ്പുവരുത്തേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്.
അതല്ലാതെ നമുക്ക് ഇത്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന തടയാൻ വളരെ ഡോക്ടർ, ഈ മഴക്കാലമായതുകൊണ്ട് പലതരം പനികളാണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറൽ പനികളെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? വൈറൽ പനികൾ എന്നുള്ള ഒരു വലിയൊരു കാറ്റഗറിയാണ്. വൈറൽ പനികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, ഏറ്റവും സാധാരണ വരുന്ന ജലദോഷപ്പനി. ജലദോഷപ്പനി ഒരു മിക്കവാറും വൈറസുകൾ മാത്രം ഉണ്ടാക്കുന്ന പനിയാണ്. കാരണം അത് നമ്മുടെ മൂക്കിലൂടെ ശ്ലേഷ്മസ്ഥലങ്ങളിലൂടെ മുന്നോട്ട് പോയി നമുക്ക് ചെറിയ തരത്തിലുള്ള എന്താ പറയാ, നമ്മുടെ തുമ്മൽ, ജലദോഷം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വളരെ അപൂർവം മാത്രം ഒരു കഫക്കെട്ട് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ജലദോഷം. അതേപോലെ തന്നെയാണ് മറ്റ് ശ്വാസകോശം വഴി അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം വഴിയും അല്ലെങ്കിൽ ശ്വാസകോശ സ്രവങ്ങൾ വഴിയും പകരുന്ന അസുഖങ്ങളുടെ കാര്യവും. അതായത് ഇപ്പൊ നമുക്കറിയാം ഈ നിപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, കോവിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഈ ശ്വാസോച്ഛ്വാസം വഴി അല്ലെങ്കിൽ ശ്വാസകോശ സ്രവങ്ങൾ വഴി പകരുന്നതാണ് കൂടുതലും വൈറസ് ബാധകൾ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗം വന്ന ഒരു വ്യക്തിയിൽ നിന്നും പരമാവധി അകന്ന് നിൽക്കാനും അതല്ലെങ്കിൽ രോഗം വന്ന വ്യക്തികൾ മറ്റുള്ളവരിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരുപാട് പേർ അല്ലെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പരമാവധി നമ്മൾ പ്രതിരോധ സംവിധാനം, അതായത് അകലം പാലിക്കാനും അതേപോലെ തന്നെ മാസ്ക് ധരിക്കാൻ പറ്റുമെങ്കിൽ മാസ്ക് ധരിക്കാനും ശ്രദ്ധിക്കണം. കാരണം COVID-19 നമുക്ക് തന്ന വലിയൊരു പാഠമുണ്ട്. അതായത് നമ്മുടെ ലോകം മുഴുവൻ കോവിഡിന്റെ ആ ഭീതി കൊണ്ട് പേടിച്ചു നിൽക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കേരളക്കാരും അതുപോലെ ഇന്ത്യക്കാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം, രോഗവ്യാപനം എങ്ങനെ തടയുക എന്നുള്ളത്. അതിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ സാമൂഹിക അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്, നമ്മൾ രോഗം വന്നവരിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിച്ചു നൽകും. അതേപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുക. അതായത് മാസ്ക് ഉപയോഗിക്കുന്ന വഴി നമുക്ക് രോഗം വരുന്ന സാധ്യത വളരെയധികം കുറയുന്ന ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നമ്മുടെ COVID-19 പോലുള്ള ആ ഒരു സമയം. അതുപോലെ തന്നെയാണ് ശുചിത്വമായിട്ട് നിൽക്കുക. അത് കൈ കഴുകൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രോഗികളുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അവരുടെ സ്രവങ്ങൾ നമ്മുടെ കൈയിലും മറ്റു പറ്റിപ്പിടിച്ച് നമുക്ക് രോഗബാധക്ക് സാധ്യത അല്ലെങ്കിൽ നമുക്കല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും രോഗബാധക്ക് സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് പരമാവധി ഒഴിവാക്കാനാണ് കൈ കഴുകാനും കൈ വൃത്തിയാക്കാനും സോപ്പിട്ട് കഴുകാനും അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കാനും പറയുന്നത്. അതുപോലെ തന്നെ ഈ വൈറസ് രോഗങ്ങൾ മിക്കതും ഇങ്ങനെ വരുന്നതിന് നമുക്ക് ഈ ആശുപത്രി സന്ദർശനം കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളത്. ഞാനൊരു സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറായതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അശ്രദ്ധ കാണിക്കുന്നത് രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി വാർഡുകളിലും വരുന്നു. സ്ഥലത്ത് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ രോഗിയെ സന്ദർശിക്കാൻ കൂട്ടത്തോടെ ആളുകൾ എത്തും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, മിക്ക വാർഡുകളിലും രോഗികളെ കൂടാതെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ സന്ദർശകർ മാസ്കോ മറ്റ് പ്രതിരോധ മാർഗങ്ങളോ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ആശുപത്രികളിലെ OP അതുപോലെ തന്നെ പരിസരങ്ങൾ. അവിടങ്ങളിൽ നമ്മൾ കൃത്യമായും ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ രോഗവ്യാപനത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മാസ്ക് ഉപയോഗിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും നിർദ്ദേശിച്ചാൽ തന്നെ ഒരുവിധം വൈറസ് രോഗങ്ങൾ തന്നെ പകർച്ച നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് ഏറ്റവും രോഗം വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ രോഗം ചികിത്സിക്കാനുള്ള സംവിധാനം നമുക്ക് കേരളത്തിൽ നല്ല എല്ലായിടത്തും നിലവിലുണ്ട്. അതുകൊണ്ട് പരമാവധി സ്വയം ചികിത്സ ഒഴിവാക്കി ആരോഗ്യ സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും സന്ദർശിച്ച് അവിടെ നിന്ന് ഡോക്ടർമാരെ കണ്ട് നിശ്ചിതമായ ഗുളികകൾ അല്ലെങ്കിൽ മരുന്നുകൾ ആവശ്യമായ മാത്രം കഴിച്ച് പുറമേ നേരിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാതെ അല്ലെങ്കിൽ മറ്റു വഴികൾ നോക്കാതെ ചികിത്സ പരമാവധി നേരത്തെ നടത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുവഴി നമുക്ക് എന്താ വെച്ചാൽ രോഗാണുവിന്റെ സാന്നിധ്യം ഓരോ വ്യക്തിയിലും കുറയുന്നതുകൊണ്ട് അത് പകരാനുള്ള സാധ്യത വളരെ കുറയും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ അടുത്തിടെ വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇന്ന് പോലും അതിന്റെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം, H1N1, ചെള്ളുപനി തുടങ്ങിയ രോഗങ്ങൾ എങ്ങനെ തടയാൻ പറ്റും? അതുപോലെ അതിന് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്, അതുപോലെ തന്നെ ചെള്ളുപനി, സ്ക്രബ് ടൈഫസ്, മറ്റൊരു കാര്യം പറഞ്ഞത് H1N1 അല്ലെ. ഈ മൂന്ന് എന്താ വെച്ചാൽ മൂന്ന് തരത്തിലുള്ള രോഗാണുക്കളാണ് ഉണ്ടാകുന്നത്. H1N1 ഒരു വൈറസ് രോഗമാണ്. സാധാരണഗതിയിൽ നമ്മൾ എല്ലാ വൈറസ് രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ചെറിയ പനി,
അതുപോലെ തന്നെ ജലദോഷം, മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുക. അത് വളരെ ഗുരുതരമായി പോവുകയാണ് നമുക്ക് ന്യൂമോണിയ, അതും അല്ലെങ്കിൽ എൻകഫലൈറ്റിസ് പോലും, അതായത് മസ്തിഷ്കത്തെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന മസ്തിഷ്ക ജ്വരം പോലെ ഉണ്ടാകുന്ന സംഗതികൾ. അപ്പൊ അത് തടയാൻ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരമാവധി ഈ രോഗപകർച്ച തടയാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആളുകൾ കൂട്ടം കൂടുന്നിടത്ത് പോവാതിരിക്കുക. അത് മാത്രമല്ല, രോഗം വന്ന ആൾക്കാരുടെ സമ്പർക്കത്തിൽ പരമാവധി ദൂരം പാലിക്കാനും മറ്റു പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. പിന്നെ വളരെ നേരത്തെ തന്നെ ചികിത്സ തേടാം. പിന്നെ ഈ വൈറസ് രോഗങ്ങൾക്കുള്ള പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വൈറസ് രോഗങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള രീതി, അല്ലെങ്കിൽ ആ ഒരു രോഗാണുക്കളെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള രീതിയിലുള്ള ചികിത്സ ഇപ്പോഴും പ്രാവർത്തികമല്ല, പഠനഘട്ടത്തിലാണ്. പലപ്പോഴും നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ ഉപയോഗിച്ച മരുന്നുകൾ പലതും നേരിട്ടും അല്ലെങ്കിൽ എല്ലാ വൈറസുകൾക്കും ഒരുപോലെ പ്രയോഗിക്കാവുന്ന മരുന്നുകളല്ല. അപ്പൊ അത് ഏറ്റവും നമ്മളുടെ കാര്യം അതാണ്. രണ്ടാമത്തെ, ചെള്ള് പനി എന്ന് പറയുന്നത് ഒരു സ്ക്രബ് ടൈപ്പസ്, അതായത് ചെള്ള് വഴി പകരുന്ന ഒരു തരം ഒരു വൈറസും അല്ല, ബാക്ടീരിയ അല്ലാത്ത തരത്തിലുള്ള ഒരു രോഗാണുക്കൾ പകർത്തുന്നതാണ്. അതും ഈ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ചെള്ളുമായിട്ട് നമുക്ക് സമ്പർക്കം വരുന്നത് നമ്മൾ വളർത്തുമൃഗങ്ങളെ കൂടാതെ നമ്മൾ മറ്റ് മൃഗങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ എങ്ങനെയെങ്കിലും വരികയാണെങ്കിൽ, അത് കൂടുതലും നമ്മൾ വനപ്രദേശങ്ങളിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം ജന്തുക്കളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് ചെള്ള് കടിക്കുന്നത് വഴിയാണ് നമുക്ക് ചെള്ള് പനി അല്ലെങ്കിൽ സ്ക്രബ് ടൈഫസ് വരുന്നത്. അപ്പൊ ഇത്തരം സമ്പർക്കങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ പോയിട്ട് ഒരു പനി വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കും. ചെള്ള് പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന് ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ട് എത്രയും പെട്ടെന്ന്, എത്രയും നേരത്തെ നമുക്ക് അതിന്റെ സംശയങ്ങൾ വരികയാണ്. അതിന് ഏറ്റവും പ്രധാനം ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വെടിവെച്ചാങ്കോവിൽ നിന്ന് ജയകുമാറാണ്. ജയകുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, കോൾ കട്ടായി പോയി. ഡോക്ടർ തുടർന്നോളൂ. ചെള്ളുപനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലിയ പരിശോധനകളൊക്കെ നിലവിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള IgM ടെസ്റ്റ് ഇതൊക്കെ ലഭ്യമാണെങ്കിലും, രോഗിയെ വിശദമായിട്ടും വ്യക്തമായിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ പരിശോധന നടത്തുന്ന വഴി ചെള്ളുപനിയുടെ സാന്നിധ്യം വളരെ പെട്ടെന്ന് കണ്ടെത്താനുള്ള ലക്ഷണങ്ങളുണ്ടാണ്. ഈ ചെള്ള് കടിച്ച സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ വളരെ പ്രത്യേകതയുള്ളതും വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർമാർക്കും മറ്റു ക്ലിനീഷ്യന്മാർക്കും മനസ്സിലാവുന്ന രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുകയും മറ്റ് രക്തപരിശോധനയിൽ വരുന്ന വ്യക്തമായ മാറ്റങ്ങൾ വെച്ചിട്ട് ചെള്ളുപനിയെ നമുക്ക് ക്ലിനിക്കലി തന്നെ മറ്റു പരിശോധനകൾ കൂടാതെ തന്നെ നിർണ്ണയിക്കാവുന്ന ഒരു സംവിധാനമാണ്. മറ്റു പരിശോധനകൾക്ക് സമയം വരുമ്പോഴാണ്, ഒരാഴ്ചത്തോളം എടുക്കുന്ന ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരാൻ എടുക്കുന്ന സമയത്തിലേക്ക് ഇത്തരം പരിശോധനകൾ നടത്തി രോഗം സംശയിക്കുമ്പോൾ നമുക്ക് ആന്റിബയോട്ടിക്, പ്രത്യേകിച്ച് ഡോക്സിസൈക്ലിൻ പോലുള്ള ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് ഭേദമാക്കാവുന്ന രോഗമാണ് ചെള്ള് പനി. അപ്പൊ അതിന് ഏറ്റവും പ്രധാനം, ഡോക്ടറെ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ രോഗസംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും, നിങ്ങൾ പോയ സ്ഥലങ്ങളും നിങ്ങൾ സമ്പർക്കത്തിൽ വന്ന സ്ഥലങ്ങളൊക്കെ ഡോക്ടറോട് വ്യക്തമായിട്ട് പറയുക. മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതാണ് ചെള്ളുപനിയുടെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു മറ്റ് വന്യജീവികളായിട്ട് അല്ലെങ്കിൽ വന്യ മേഖലയായിട്ടുള്ള ഒരു സമ്പർക്കം വരുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി കുറക്കുക. അത്തരം സ്ഥലങ്ങൾ പോകുമ്പോൾ നമ്മൾ പരമാവധി പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം, വസ്ത്രധാരണത്തിൽ മറ്റും പുലർത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനം. പിന്നെ എനിക്കൊന്ന് മൂന്നാമത് പറഞ്ഞ കാര്യം, H1N1 പറഞ്ഞു, പിന്നെ ചെള്ളുപനി പറഞ്ഞു, മൂന്നാമത്തെ അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് ആണെന്നുണ്ടോ. ഈ അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്, നമ്മൾ കെട്ടി നിൽക്കുന്ന വെള്ളം, അതായത് ഈ പൂളുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കുളം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സമ്പർക്കം, അതിലൊക്കെ ഇറങ്ങി കുളിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അത്തരം വെള്ളമായിട്ട് സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ടായിട്ടാണ് ഇത്തരം രോഗാണുക്കൾ, ഒരു പ്രത്യേകതരം അമീബിയാണ്. അതിന് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു പേര് തന്നെയാണ് ശാസ്ത്രലോകം കൊടുത്തിരിക്കുന്നത്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ പേര് കേട്ടപ്പോൾ ആൾക്കാർക്ക് അത്രയും ഭീതി വരുന്നതാണ്. സത്യത്തിൽ അത്
ശ്വാസകോശം വഴിയോ മറ്റു വഴിയോ ഒന്നല്ല കയറും, നമ്മുടെ മൂക്കിലുള്ള ശ്ലേഷ്മ സ്ഥലങ്ങൾ വഴിയാണ് അത് നമ്മുടെ തലച്ചോറിലേക്ക് നാഡികൾ വഴി എത്തുന്നത്. അപ്പൊ അതിനുള്ള സംവിധാനം ഇത്തരം സമ്പർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഉപയോഗിക്കാതെ കിടക്കുന്ന അല്ലെങ്കിൽ ശുചീകരിക്കപ്പെടാതെ കിടക്കുന്ന വെള്ളക്കെട്ടുകൾ ഇനി സ്വിമ്മിംഗ് പൂളുകളായാൽ തന്നെ അതുമായിട്ട് സമ്പർക്കം ഒഴിവാക്കും. അതുകൂടാതെ മറ്റൊരു സാധ്യത, നമ്മൾ പല നാടുകളിലും നിലവിലുള്ള ഒരു പ്രത്യേകതരം ചികിത്സയുണ്ട്, മത്സ്യം എന്ന് പറഞ്ഞിട്ട് മൂക്കിൽ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഉള്ള ചികിത്സ. അതിന്റെ അടിസ്ഥാനം എന്താണെന്നല്ല, പക്ഷെ അത് പലപ്പോഴും മലിനീകരിക്കപ്പെട്ട വെള്ളമാണെങ്കിൽ ഇത്തരം രോഗബാധ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂളായാലും മറ്റ് ജല സ്രോതസ്സുകളായാലും അത് വളരെ ശുചീകരിക്കപ്പെട്ട രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നന്നായിട്ട് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഈ ഒരു അമീബയുടെ സാന്നിധ്യം വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ശിവജിയാണ്. ശിവജി, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്കറിയണ്ടേ, ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പം ഈ തോട്ടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ധാരാളം ഈ കൊതുക് കടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ ചെറിയ ഈ ഓയിൽമെന്റ് ഒക്കെ മേടിച്ച് തേക്കാറുണ്ടെങ്കിലും അത് അങ്ങനെ ഫലത്തിൽ വരാറില്ല. അപ്പം ഇതുകൊണ്ട് ഞങ്ങൾക്ക് ധാരാളം കൊതുക് കടിക്കുന്നുണ്ട്. കാരണം ഡെയിലി എന്ന് വേണേൽ പറയാം. അപ്പൊ അതിന് എന്തെങ്കിലും ഇത്തരം രോഗങ്ങൾ വരാനുള്ള ചാൻസോ സാധ്യതയോ ഉണ്ടോ എന്നൊന്നും അറിയാൻ വളരെ താല്പര്യമുണ്ട് സാറേ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ഡെങ്കിപ്പനി വളരെ വലിയ അവസ്ഥയിൽ വലിയ അളവിൽ കേരളത്തിൽ സാന്നിധ്യത്തിൽ വന്ന് സാന്നിധ്യം അറിയിച്ച കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം, മലയോര മേഖലകളിൽ ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രോഗികൾക്ക്, നമുക്ക് ഞാനിപ്പോ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയാണ്, ഞങ്ങൾക്ക് ഏറ്റവും കാണാൻ പറ്റിയൊരു സംഗതി, കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ ടാപ്പിംഗ് മേഖലയിലുള്ള തൊഴിലാളികൾക്കോ അല്ലെ അതിനടുത്തുള്ള താമസക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഡെങ്കിപ്പനിയുടെ സാന്നിധ്യം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ സാന്നിധ്യം വന്നിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ആ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന സംവിധാനത്തിൽ ചിരട്ട അങ്ങനെയുള്ള, ഇപ്പോഴും അതുണ്ടെന്ന് എനിക്ക് വിശ്വാസം, അതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ, അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൊതുകിന് വളരാൻ ഒരു വെള്ളം കെട്ടി നിൽക്കണമെന്നില്ല, ചെറിയൊരു നനവ് തന്നെ ഉണ്ടായാൽ തന്നെ ഈഡിസ് കൊതുകിന് വളരാനുള്ള സാഹചര്യം അത് ധാരാളമാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് ആ വെള്ളക്കെട്ട് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് അറിയുകയാണ്. അപ്പൊ ഈ ടാപ്പിങ്ങിന്റെ ഒരു അത്യാവശ്യ ഭാഗമാണത്. അപ്പോൾ ഡോക്ടർ, പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. പകർച്ചപ്പനികൾ പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് IMA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശിധരനാണ്. തലശ്ശേരി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ് ഡോക്ടർ. നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.